പ്രിയമുള്ളവരെ, സമ്പത്തിൻ്റെയും കഴിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മനുഷ്യരുടെ ശ്രേഷ്ഠത അളക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ നിന്ന് ഈ ലോകത്തിൻ്റെ രക്ഷ ആരംഭിക്കുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അങ്ങനെയാണ്. അത്ര പ്രാധാന്യമൊന്നുമില്ലാത്ത ഒരു കാലിത്തൊഴുത്ത് ലോകം മുഴുവൻ അറിയപ്പെടുന്നതായി മാറി. ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവിനെ തിരഞ്ഞെടുക്കുന്ന ഒരു രംഗമുണ്ട്. സാമുവേൽ പ്രവാചകൻ ജസ്സയുടെ മക്കളിൽ ആകാരവടിവും കഴിവും കാര്യപ്രാപ്തിയും ഉള്ളവരെയൊക്കെ കണ്ടപ്പോൾ ഇവരായിരിക്കും രാജാവെന്ന് കരുതി. പക്ഷെ ദൈവം തിരഞ്ഞെടുത്തത് ഇടയച്ചെറുക്കനായ ദാവീദിനെ. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലഘട്ടം നമുക്ക് നൽകുന്ന ഒരു ചിന്ത ഇതാണ്: നിസ്സാരരെന്ന് പറഞ്ഞ് ആരെയും മാറ്റി നിർത്തരുത്. ഒരു വ്യക്തിയുടെ ചുറ്റുപാടുകളെ അടിസ്ഥാനപ്പെടുത്തി ആ വ്യക്തിയുടെ ധന്യത അളക്കരുത്. എല്ലാ മനുഷ്യരും മൂല്യമുള്ളവരാണ്, വിലപ്പെട്ടവരാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനുമുള്ള കൃപ കാലിത്തൊഴുത്തിലെ ഉണ്ണീശോ നമുക്ക് തരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.